നമസ്കാരം, യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വീണ്ടും കർണാടകയിലെ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നിരിക്കുക കേട്ടോ. ഇന്ന് നമ്മളൊരു അമ്പലം ആണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. അമ്പലത്തിൻ്റെ ഒരു കാഴ്ച കണ്ടപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. മനോഹരമായൊരു സ്ഥലത്താണ് ഈ ഒരു അമ്പലം. അപ്പം കാണാം. നമുക്ക് ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകളും അതേപോലെ തന്നെ പുറമേയുള്ള കാഴ്ചകളും പോയി നമുക്ക് കാണാം. ഈ കാണുന്നൊരു കൊടിമരമാണ്. ഇതൊരു കരിങ്കല്ലാൽ നിർമ്മിച്ച ഒരു മനോഹരമായ ഒരു കൊടിമരമാണ്. ഏകദേശം ഒരു 40 അടിയോളം ഹൈറ്റുള്ള ഒരു കൂറ്റൻ ഒരു കൊടിമരം തന്നെയാണിത്. വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ ഒരു അമ്പലം കേട്ടോ. എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അറിയാം ഫുള്ള് മരങ്ങളാണ്. അതേപോലെ തന്നെ ഫുള്ള് പരന്ന് കിടക്കുന്ന ഒരു സ്ഥലത്താണ് ഈ ഒരു അമ്പലം. അതേപോലെ തന്നെ നല്ല മനോഹരമായ ഒരു ഡാമുണ്ട് ഈ ഒരു അമ്പലത്തിന് തൊട്ട് സൈഡിലായിട്ട്. അപ്പോൾ ആ ഡാമിനോടൊക്കെ ചേർന്നാണ് ഈ ഒരു അമ്പലം. ഒരു സൈഡിൽ നിന്നെടുത്ത വിഷ്വലാണ്. അതായത് ഇങ്ങേ തല മുതൽ അങ്ങേ തല വരെ ഏകദേശം നല്ല ലെങ്ത്തുള്ള ഒരു അമ്പലമാണ്. ചുറ്റുമതിലുണ്ട്. ആ ഒരു മതിലിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഒരു ദൈവം ഈ ഒരു അമ്പലത്തിന് ഉള്ളിലുള്ളത്. നമുക്ക് ഉള്ളിലെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം. ഉള്ളിലെ കാഴ്ചകളൊക്കെ കാണാം. ഉള്ളിലെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെരുപ്പ് ഊരിയിട്ടാണ് ഉള്ളിൽ കയറേണ്ടത്. ഫുള്ള് കരിങ്കല്ലാണ്. കാരണം നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുള്ള് കരിങ്കല്ല് കൊണ്ടാണ് ഈ ഒരു അമ്പലത്തിൻ്റെ നിർമ്മാണ രീതി. അതായത് അടിയിൽ നിലം വരെ കല്ലാട്ടോ. കല്ല് പതിച്ചിട്ടുള്ള ആ ഒരു നിലം നിങ്ങൾ കാണുന്നത്. ഈ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ടോ. കോമ്പൗണ്ട് ഹാളാണ്. കോമ്പൗണ്ട് ഹാളിൻ്റെ ഉള്ളിലാണ് കാര്യമായിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉള്ളത്. അതിനുള്ളിലാണ് ആ ഒരു ദൈവം കേട്ടോ. അപ്പോൾ ഇതിനുള്ളിലാണ് ഇവരെ കാര്യപ്പെട്ട ദൈവം ഇതിനുള്ളിലുള്ളത്. നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് കാണാം. നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഫുള്ള് ഉണ്ടല്ലേ, തൂണൊക്കെ ഫുള്ള് കല്ലാണ്. കല്ലോടെ ഡിസൈൻ ചെയ്തിട്ടാണ് ഈ ഒരു തൂണിൻ്റെ ഒരു നിർമ്മാണ രീതി. ശ്രീ ശങ്കരേശ്വര സന്നിധി എന്നാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ ഇതൊരു ശിവൻ്റെ ഒരു അമ്പലമാണ്. പൂച്ചയൊക്കെ ഉണ്ട് ഇവിടെ. പൂച്ച അതേപോലെ തന്നെ കുരങ്ങന്മാർ ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് കുരങ്ങന്മാരുണ്ട് ഇവിടെ. കണ്ടില്ല നിങ്ങൾ? ഒരുപാട് ഇതിവിടെ നമ്മൾ കയറുമ്പോൾ തന്നെ കാണാൻ കഴിയും. ഒരുപാട് കുരങ്ങന്മാരുണ്ട്. പുറത്തുണ്ട് അതേപോലെ തന്നെ ഉള്ളിലുണ്ട്. ഇവിടെ പൂജയ്ക്ക് വരുന്ന ആളുകൾ ഇവർക്ക് തേങ്ങ അതേപോലെ തന്നെ പഴം അതൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നതാണ്. ഒക്കെ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഇവരുടെ കാര്യപ്പെട്ട ആ ദൈവം ഇതിൻ്റെ ഉള്ളിലായിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രത്യേക പെർമിഷൻ എടുത്തിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത്. പ്രത്യേകം പറയുന്നു, പെർമിഷനോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ്? ഫുള്ള് കല്ലാണ്. മനോഹരമായ അടിപൊളിയായിട്ടാണ് ഈ ഒരു ഇതിൻ്റെ നിർമ്മാണ രീതി. ഫുള്ള് കരിങ്കല്ലാണ്. എവിടെ നോക്കിക്കഴിഞ്ഞാലും കരിങ്കൽ പാളികൾ കൊണ്ടാണ് ഈ ഒരു അമ്പലത്തിൻ്റെ പൂർണ്ണമായിട്ടും കരിങ്കലാണ്. അപ്പം ഇതൊക്കെ ഇവരുടെ ഒരുപാട് ദൈവങ്ങളുണ്ട് കേട്ടോ. ഒരുപാട് ദൈവങ്ങൾ നമുക്ക് കാണാം. ഭയങ്കര തണുപ്പാണ്. നമുക്ക് തണുപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. കാരണം കല്ലായതുകൊണ്ട് തന്നെ നല്ല തണുപ്പാണ് ഉള്ളിലൊക്കെ കേട്ടോ. ഒറ്റക്ക് ഭയങ്കര പേടിയാണ്. കാരണം വെച്ചാൽ ഫുള്ള് ഇരുട്ടാണ്. നല്ല ഇരുട്ട് നിറഞ്ഞ ഒരു ഉൾഭാഗം ഫുള്ള് ഇരുട്ടാണ്.